അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ തന്നെയാണ് ഒരു നോട്ട് ബുക്ക്. അതിൻ്റെ പിങ്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും അതിൻ്റെ ബ്ലൂ വേർഷനാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് എന്നിട്ട് ഫസ്റ്റ് ഇതേപോലെ നീളത്തിൽ വരുന്ന രീതിക്ക് നല്ലപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് തുറക്കുക. എന്നിട്ട് ഈ ഭാഗം ഇവിടേക്കും ഇതേപോലെ മറ്റേ സൈഡും ചെയ്യാം. ശേഷം ഇതേപോലെ ചെയ്യുക. തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഇത് ചെയ്ത പോലെ തന്നെയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ രണ്ട് ഇതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ വരിക 8 ഇതേപോലെ ഉള്ളതായിരിക്കും. അപ്പം ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിരുന്നു മുന്നേ ഉണ്ടാക്കിയ നോട്ട് ബുക്ക്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒന്ന് പർപ്പിൾ ഉണ്ടാക്കിയിരുന്നു. അതിപ്പം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇനി അതിൻ്റെ മുന്നേ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഇതെന്ന് വെച്ചാൽ രണ്ട് ഭാഗമില്ലേ, അതിൽ ഒരു ഭാഗം വരെ ഇതേപോലെ ഇതിൽ ഒരു ഭാഗം ഇതേപോലെ ആണെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ ഭാഗം അപ്പോൾ ബാക്കി ഇത് എത്ര ഇത് ഇടയിൽ വരുന്ന അത്ര ആയിരിക്കും. ഇത്ര ഇതാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്കെച്ച് എടുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഇടം വരെയാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. അടയാളപ്പെടുത്തി അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേ രീതിക്കാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗം നമ്മൾ ഇതേ രീതി കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കാം. ശേഷം നമ്മളിത് പുറത്തൂടെ ഉള്ളിലോട്ടേക്ക് കയറ്റി കൊടുക്കാം. ആദ്യമൊക്കെ നമുക്ക് ഇതേ രീതിക്ക് നീളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അത് പിന്നെ അറിയാം. ഇതാ റെഡി ആയിട്ടുണ്ട്. അത് എന്നിട്ടും റെഡി ആയില്ല. നമുക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിൻ്റെ ബ്ലൂ വേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഒരു സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മൈ ബുക്ക് വന്നിരുന്നുണ്ട്. ശേഷമാണ് അപ്പം ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻഭാഗം
അത് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു സ്കെച്ചാണ് എടുക്കുന്നത്. ഇതിലെ ബ്ലൂ ആണ് എടുക്കുന്നത്. ഇത് 2 ഭാഗം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗവും വരുന്നുണ്ട്, അല്ലാതെ ഈ സ്കെച്ചിൻ്റെ ഒരു ഭാഗവും വരുന്നുണ്ട്. ഇത് ഭാഗത്താണ് മറ്റേ സ്കെച്ചിൻ്റെ. അപ്പം ഞാനിപ്പം ഈ ഭാഗമാണ് എടുത്തത്. ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ഈ ഫസ്റ്റ് പേജ് മാത്രം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ബാക്ക് ഭാഗം കൂടി ഇതേപോലെ ചെയ്യാം. ഇത് ഞാൻ സാധാ സ്കെച്ച് വെച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പർപ്പിൾ വേർഷനും ഇത് പിങ്ക് വേർഷനും, ഞാൻ ഇപ്പം ചെയ്യുന്നത് ബ്ലൂ വേർഷനും കൂടിയാണ്. ഇതിനി ഇതേപോലെ വീട് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കേരള പിറവിയാണ്, അതുകൊണ്ട് എൻ്റെ ഒരാശംസകൾ പങ്കുവയ്ക്കുന്നു. അപ്പം ഇതേ രീതിക്ക് ഞാൻ ഇപ്പോഴത്തെ സൈഡിൻ്റെ വരയ്ക്കുന്നുണ്ട്. ബ്ലൂ കളറൊന്ന് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ മറ്റേ ഭാഗം എന്ന് പറയുന്നത്. ഞാനിനി ഇത് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ ഇതാ ഈ ഒരു സ്റ്റിക്കറാണ് എടുക്കുന്നത്. എന്നിട്ട് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതെടുത്താലും മതി. ഞാൻ പിന്നെ ഒരു യെല്ലോ ഒരു സ്റ്റാർ അടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബുക്ക്. 16 പേജും 16 ഈ ഭാഗം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം 16 പേജുള്ള എന്താ ഈസി ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ബുക്സാണിത്. ഓക്കെ, ബൈ.